ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 5 കർമ്മയോഗം. കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. ശ്ലോകം 23. ശക്നോതി ഹൈവ യഃ സോഢും പ്രാക്ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തഃ സ സുഖീ നരഃ. വിവർത്തനം. ഈ ശരീരം ത്യജിക്കുന്നതിനു മുമ്പ് ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ ത്വരയെ ചെറുക്കാനും കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്ന ആൾ നല്ല സ്ഥിതിയിൽ വർത്തിക്കുന്നു. അയാൾ ഈ ലോകത്തിൽ സന്തോഷവാനാണ്. ഭാവാർത്ഥം. ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴിയിൽ ശരിക്കു മുന്നേറണമെങ്കിൽ ഒരാൾ ഭൗതികേന്ദ്രിയങ്ങളുടെ പ്രാബല്യത്തെ നിയന്ത്രിച്ചേ തീരൂ. വാക്ക്, മനസ്സ്, ഉദരം, ജനനേന്ദ്രിയം, രസന, ക്രോധം ഇവയ്ക്കെല്ലാമുണ്ട് ഗണ്യമായ ശക്തി. വ്യത്യസ്തങ്ങളായ ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കീഴടക്കാൻ സാധിച്ചവൻ ഗോസ്വാമി അഥവാ സ്വാമി എന്ന് വിളിക്കപ്പെടുന്നു. ഈ ഗോസ്വാമികൾ ഇന്ദ്രിയങ്ങളുടെ സ്വാധീന ശക്തിക്ക് വഴങ്ങാതെ സുനിയന്ത്രിതമായ ജീവിതം നയിക്കുന്നവരാണ്. ഭൗതികങ്ങളായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ വരുമ്പോൾ കോപാവേശമുളവാകുകയും അങ്ങനെ മനസ്സും കണ്ണുകളും നെഞ്ചും വ്യാകുലമായി തീരുകയും ചെയ്യുന്നു. അതിനാൽ ശരീരത്യാഗത്തിന് മുമ്പ് തന്നെ അവയെ നിയന്ത്രിക്കാൻ പരിശീലിക്കണം. ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യാൻ കഴിയുമെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിൽ ഒരാൾ സന്തുഷ്ടനാകുന്നു. നിരന്തര പരിശ്രമം കൊണ്ട് കാമക്രോധങ്ങൾ നിയന്ത്രിക്കേണ്ടത് അതീന്ദ്രിയവാദികളുടെ കടമയാണ്. ശ്ലോകം 24. യോന്തഃ സുഖോന്തരാരാമ സ്ഥധാന്തർജ്യോതിരേവ യഃ സയോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മബോധോധിഗച്ഛതി. വിവർത്തനം. ഊർജ്ജസ്വലനും ആനന്ദവും സുഖവും തന്നിൽ തന്നെ കുടികൊള്ളുന്നവനുമായ ഒരാളാണ് അന്തർമുഖനായ തികഞ്ഞ യോഗി. ബ്രഹ്മനിർവാണം പോകിയ അയാൾ മരണാനന്തരം പരമപദം പ്രാപിക്കും. ഭാവാർത്ഥം. തന്നിൽ നിന്നുള്ള ആനന്ദം അനുഭവിക്കാനാവില്ലെങ്കിൽ ഉപരിപ്ലവമായി മാത്രം സന്തോഷം പ്രദാനം ചെയ്യുന്ന ബാഹ്യപ്രവർത്തനങ്ങളിൽ നിന്ന് എങ്ങനെ പിന്തിരിയാൻ കഴിയും? മുക്തന് പ്രായോഗികമായി യഥാർത്ഥമായ ആനന്ദം അനുഭവപ്പെടുന്നുണ്ട്. അയാൾക്ക് എവിടെയെങ്കിലും മൗനമായിരുന്ന് തന്നിൽ തന്നെ ജീവത് പ്രവർത്തനങ്ങൾ ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ മുക്തനായ ഒരാൾ ബാഹ്യവും ഭൗതികവുമായ സുഖം ഗ്രഹിക്കുകയില്ല. ഇതത്രേ ബ്രഹ്മഭൂതാവസ്ഥ. ഈ നിലയിലെത്തിയ യോഗി സ്വധാമമായ ഭഗവത് ധാമം പ്രാപിക്കുമെന്ന് ഉറപ്പാണ്. ശ്ലോകം 25. ലേഭന്തേ ബ്രഹ്മനിർവാണ മൃഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധായഥാത്മാനഃ സർവഭൂതഹിതേരതാഃ. വിവർത്തനം. സംശയങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദ്വന്ദ്വങ്ങൾക്ക് അതീതരായവരും മനസ്സ് തന്നിൽ തന്നെ വ്യാപരിക്കുന്നവരും എപ്പോഴും സകല ജീവജാലങ്ങളുടെയും ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങളിൽ തിരക്കിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും സർവപാപങ്ങളിൽ നിന്നും മോചനം നേടിയവരുമായിട്ടുള്ളവർ ബ്രഹ്മനിർവാണം പോകുന്നു. ഭാവാർത്ഥം. തികഞ്ഞ കൃഷ്ണാവബോധമുള്ളവർക്കേ സർവ്വജീവജാലങ്ങളുടെയും ക്ഷേമം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കൂ. കൃഷ്ണനാണ് എല്ലാറ്റിൻ്റെയും ഉറവിടമെന്നറിയുന്ന ഒരാൾ ആ ബോധത്തോടെ പ്രവർത്തിക്കുമ്പോൾ അത് ലോകക്ഷേമത്തിനായി തീരും. പരമാസ്വാദകനും പരമാധികാരിയും പരമസുഹൃത്തും കൃഷ്ണനാണെന്ന സത്യം വിസ്മരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യവർഗത്തിന് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. മനുഷ്യരിൽ ഈ ബോധം വീണ്ടും ഉണർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കും സർവോത്തമമായ ജനസേവനം. പരമമുക്തി നേടാതെ ഒരാൾക്ക് ഉത്തമമായ ജനക്ഷേമ പ്രവർത്തനം ചെയ്യാനാവില്ല. കൃഷ്ണാവബോധമുള്ളവർക്ക് കൃഷ്ണന്റെ പരമാധികാരത്തെപ്പറ്റി സംശയമില്ല. കാരണം അവർ തികച്ചും പാപമുക്തരാണെന്നതു തന്നെ. ദിവ്യപ്രേമാവസ്ഥയാണിത്. മനുഷ്യവർഗത്തിൻ്റെ ശാരീരിക ക്ഷേമത്തെ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്നവർക്ക് വാസ്തവത്തിൽ ആരെയും സഹായിക്കാനൊക്കില്ല.
ഭൗതിക ശരീരത്തിനും മനസ്സിനും താത്കാലികമായുണ്ടാകുന്ന ആശ്വാസം തൃപ്തികരമല്ല. ജീവിതത്തിനു വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിൽ നേരിടുന്ന ക്ലേശങ്ങൾക്ക് കാരണം ഭഗവാനുമായി മനുഷ്യനുള്ള ബന്ധത്തെ മറക്കുന്നതാണെന്ന് കാണാം. കൃഷ്ണനുമായുള്ള ആ ബന്ധത്തെക്കുറിച്ച് ശരിക്ക് മനസ്സിലാക്കിയവർ ഭൗതിക ശരീരത്തിൽ തന്നെ ഇരിക്കലും മുക്താത്മാവാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.